പൊന്നാനി MI ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മെഹ്സ പൊന്നാനി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മെഹ്സ ടാലന്റ് അവാർഡ് 2025 വിതരണം ചെയ്തു. അവാർഡ് പ്രഖ്യാപന വിതരണ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KV അബ്ദുൽ നാസർ, മെഹ്സ വൈസ് പ്രസിഡന്റ് ഫസൽ തങ്ങൾ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മെഹ്സ പ്രസിഡന്റ് K ഇമ്പിച്ചിക്കോയ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ V ഭാസ്കർദാസ്, മിമിക്രി കലാകാരൻ അബാൻ അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, വാർഡ് കൗൺസിലർ സൗദാബി, MIHSS പ്രിൻസിപ്പാൾ നബീൽ രണ്ടത്താണി, മെഹ്സ വൈസ് പ്രസിഡന്റ് ഫസൽ തങ്ങൾ, ജൂറി ചെയർപേഴ്സൺ പ്രൊഫസർ PKM മുഹമ്മദ് ഇക്ബാൽ, ജൂറി അംഗം ഡോക്ടർ MV ബുഷ്ര എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മെഹ്സ ജനറൽ സെക്രട്ടറി MA ഹസീബ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് റാബിയ ജമാൽ നന്ദിയും പറഞ്ഞു. മെഹ്സ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. UP സ്കൂൾ വിഭാഗത്തിൽ വിജയമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നിസ്വ ഫാത്തിമ, ഹൈസ്കൂൾ വിഭാഗത്തിൽ AV ഹൈസ്കൂളിലെ P ശ്രീരഞ്ജിനി, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫഹ്മിദ ഫാറൂഖ് എന്നിവരെ 2024-25 വർഷത്തെ ടാലന്റ് അവാർഡിന് അർഹരായി. അക്കാദമിക്, കലാ, കായിക, സന്നദ്ധ പ്രവർത്തനങ്ങളിലെ മികവും ജൂറിയുമായുള്ള അഭിമുഖത്തിലെ പ്രകടനവും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. അവാർഡിന് അർഹരായവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും കിഷോർ ചാർക്കോൾ രൂപകൽപ്പന ചെയ്ത ശില്പവും കീർത്തിപത്രവും നൽകി. ഫാഷനിങ്ങിലെ പ്രതിഭയായ ചെറുവായ്ക്കര സ്കൂളിലെ യാദവ് P ജിതേഷ്, MI വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് MI ഹയർ സെക്കൻഡറി സ്കൂളിലെ PP ലിയാന എന്നിവർ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി ടാലന്റ് അവാർഡിന് അർഹരായി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന പ്രതിഭാ സംഗമം മുൻ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മെഹ്സ വൈസ് പ്രസിഡന്റ് C രഘുനാഥ് അധ്യക്ഷനായിരുന്നു. ദുവി കൃഷ്ണ, അമേയ ശ്രീരാജ്, ഹബീബ സമീർ എന്നിവർ അതിഥികളായിരുന്നു. അവാർഡ് കമ്മിറ്റി കൺവീനർ KV ഹബീബ് റഹ്മാൻ, മെഹ്സ സെക്രട്ടറിമാരായ അസ്മ ഷാജി, K നിസാർ, P അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. നിലനിർത്തുകയാണ് MIHS പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കഴിഞ്ഞ 3 വർഷമായി നൽകി വരുന്ന അവാർഡിലൂടെ പൊന്നാനി നഗരസഭയിൽ മുഴുവൻ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുകയെന്ന അങ്ങേയറ്റം പ്രശംസനീയം. കുട്ടികൾക്ക് ഇത് വലിയ ഒരു പ്രചോദനം. ഇത്തവണ മൊത്തം 130ഓളം അപേക്ഷകളാണ് അവാർഡിനായി പരിഗണിക്കാൻ വേണ്ടി ലഭിച്ചതെന്നാണ് സംഘാടകർ പറഞ്ഞത്. അത് തന്നെയാണ് ഈ അവാർഡിന്റെ സ്വീകാര്യതയെ അടയാളം. എനിക്ക് പറയുന്നത്, ഈ അവാർഡ് നിങ്ങളുടെ കഴിവിന് പൊന്നാനി നൽകുന്ന വലിയൊരു അംഗീകാരം. ആ കഴിവിന്റെ നാട്ടിന്റെ നന്മക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിജ്ഞ ചെയ്യാം. അപ്പൊ അവാർഡ് ലഭിക്കാത്തവർ ഒരിക്കലും നിരാശരാകേണ്ടതില്ല. കാരണം ഈ 130 പേരിൽ ഒരാളെ നിങ്ങളും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ മികവിന്റെ ഏറ്റവും വലിയ ഇത്രയും മനോഹരമായ ചടങ്ങിലും അതിന്റെ പിന്നിലെ സന്തോഷത്തിനും എന്റെ എല്ലാവിധ ആശംസകളും സംഘാടകരായ മേശക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ഇന്നത്തെ സമ്മാനദാനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ച സംഘാടകർക്ക്, അതുപോലെ തന്നെ ഈ സദസ്സിലെ മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞു. അസ്സലാമു അലൈക്കും. MIT വാഴത്തോട്ടത്തിൽ പുതുവാസാലയുടെ വാഴത്തോട്ടത്തിലെ നാടുകൾ ഓലപ്പുഴയാണ്
MIUP ആയി മാറിയെങ്കിൽ പിന്നീട് PIP സ്കൂളിലേക്കും ഉദ്വാസാകൻ സംഭാവന ഉണ്ടായി. ആ ഉദ്വാസാകൻ സ്കൂളിനെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ നവോത്ഥാനത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സാറുകൾ, അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകൾക്കൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അതിന് പിന്നിൽ അപ്പാർത്തമായി പ്രവർത്തിക്കുന്ന കരങ്ങൾ അകലാണ് ആ പ്രിയപ്പെട്ട ഡോക്ടർ KV അബ്ദുല്ലാസ് അവരുടെ അഭിമാന പ്രദർശനം ഈ വേദിയിലേക്ക് അക്ബർ ഡാൻസ് സ്കൂളിയുടെ MD കൂടിയായ അഭിമന്യ അദ്ദേഹത്തെ ഞാൻ അപ്പാർത്തമായി സന്തോഷത്തോടും സ്വാഗതം ചെയ്യുകയാണ്. ദീപസ്തംഭം ഇവിടെ സ്ഥാപിച്ചത് ഉദ്മാൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്കൂളാണ് താലിമുൽ ഇഖ്വാൻ സ്കൂൾ എന്ന് പറഞ്ഞ TIUP സ്കൂൾ, മൗലത്തുൽ ഇസ്ലാം UP സ്കൂൾ എന്ന് പറഞ്ഞ MIUP സ്കൂൾ. ഇത് രണ്ടുമാണ് പൊന്നാനിയുടെ വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരാണ് ഈ MIUP സ്കൂൾ. അത് TIUP സ്കൂള് ഇന്നിപ്പോൾ വലിയ മാറ്റമാണ്. അതിൽ പോകുന്നവർക്ക് അറിയാം. ആ മാറ്റത്തിന് കാരണം അതിൻ്റെ കമ്മിറ്റിയിൽ ശ്രീ KV അബ്ദുൽ നാസർ വന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. വീണ്ടും പൊന്നാനി നഗരത്തിലെ വിദ്യാഭ്യാസത്തിന് പണ്ട് കാലത്തെ വിദ്യാഭ്യാസത്തിന്റെ മികവ് വീണ്ടെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയിൽ അദ്ദേഹം പങ്കാളിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം സമ്മാന വിതരണത്തിന് ഉണ്ടാവുന്നതാണ്.